ഡോക്ടറെ, ഈ കത്രികയൊക്കെ എങ്ങനെയാ വയറി വെച്ച് തുന്നുന്നേ? എടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തുണി മുറിക്കുന്ന കത്രികയല്ല. ഏത് കത്രികയാണെങ്കിലും അത് കുഴപ്പം തന്നെയാണ്. എന്നാല് ഇതെന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുമ്പോ ഇതെന്താ ഡോക്ടർ ഉറങ്ങുമായിരുന്നോ, ഒരു സർജറി ചെയ്യുമ്പം അകത്ത് കത്രിക വെച്ച് മറന്നുപോയി, അല്ലെങ്കിൽ കുറെ തുണി എടുത്ത് അതിനകത്ത് വെച്ചിട്ട് മറന്നുപോയി, ഇതെങ്ങനെ ഇതൊക്കെ ആൾക്കാർക്ക് മറക്കാൻ പറ്റുമോ, ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് തുന്നി കെട്ടുമ്പോഴത്തേനും ഇവർ കാണുന്നില്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവാം. ഇതെങ്ങനെ ശരിക്കും സംഭവിക്കുന്നതെന്നറിയോ? നമുക്ക് ഒരു സർജറി നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വയറിന്റെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുന്ന വയറിലെ സർജറികൾക്കായിരിക്കും. ഈ വയറിലെ സർജറി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഇത്രയും ലെയറുകൾ കട്ട് ചെയ്ത് വയറിലേക്ക് കടക്കുമ്പോഴത്തേനും വയറിലെ അവയവങ്ങളല്ല, അതായത് കുടലാവട്ടെ അല്ലെങ്കിൽ മറ്റു ഓർഗൻസ് ആവട്ടെ, കുറച്ച് പ്രഷറിൽ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് സർജറി ചെയ്ത് ഈ സ്കിന്ന് അല്ലെങ്കിൽ ഈ ലെയർ അങ്ങ് വയറിന്റെ ഭിത്തി അങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ പ്രഷർ റിലീസായി ഇച്ചിരി ഒന്ന് വികസിച്ച് വീർത്ത് നിൽക്കും. ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബ്ലീഡിങ്ങിന് ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ബ്ലീഡിങ് വരുമ്പോഴത്തേനും ഈ ബ്ലീഡറുകളെ പെട്ടെന്ന് നിർത്താനായിട്ട് ചില സ്ഥലങ്ങളിൽ ഈ തുണി പാക്ക് ചെയ്ത് ചുരുട്ടി വെക്കും. ചില സ്ഥലങ്ങളിൽ കുഞ്ഞു രക്തക്കൊള്ളുകളെ ചീറ്റി വരുന്നത് കാണാൻ പറ്റുമ്പോൾ ആ രക്തക്കൊള്ളുകളെ ബ്ലീഡിങ്ങിനെ തെറിച്ച് വരുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ തുണികൾക്ക് കീഴിലെ ക്ലിപ്പ്, അതുപോലെ ഉള്ളൊരു ക്ലിപ്പിന്റെ ഷേപ്പാണ് ഈ കത്രിക പോലെ. ആ ക്ലിപ്പ് വെച്ച് ആ കറക്റ്റ് ആ രക്തക്കൊള്ളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ പല സ്ഥലത്തില് ഇതുപോലെ തുണിയും അല്ലെ ഈ കത്രിക പോലത്തെ ആ മോസ്കിറ്റോ വെച്ചിട്ടൊക്കെ ക്ലിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പരിധിവരെ ബ്ലീഡിങ് കുറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ സ്ട്രക്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് കാണാനും അവിടുത്തെ എന്ത് സർജറിയാണോ എന്ത് രീതിയിലാണോ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ ചെയ്ത് വരണമെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് ബ്ലഡ് അധികം ഇതില്ലാതെ ഒരു ഭാഗം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെച്ച സാധനങ്ങളൊക്കെ ഈ സർജറിക്ക് ശേഷമാണ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച എന്ത് പ്രൊസീജിയർ ആണോ ആ വൈറ്റി ചെയ്തത് ആ പ്രൊസീജിയറിന് ശേഷമാണ് ഈ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കുക. അപ്പൊ ഇത് ഈ പാരച്ചൂട് പോലെ കുറെയൊക്കെ ഇങ്ങനെ വിടർന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ വിടവുകളിലൊക്കെ ഈ വെച്ച ആർട്ടറികളാവട്ടെ തുണികളാവട്ടെ ഇതെല്ലാം ഏകദേശം ബ്ലഡിനോടും മാംസത്തോടും കലർന്നിരുന്ന് ഏതാണ്ട് ആ കളറിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ തുണിയൊക്കെ ഇരിക്കുക. അപ്പൊ ബ്ലഡ് എല്ലാം വെച്ചിട്ട് കുതിർന്നിട്ട് അപ്പൊ നമുക്ക് ഈ സാധനം തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പണിയാ. അത് പണ്ട് മുതലേ സർജറിയുടെ ഇടയിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സർജറിക്ക് തൊട്ടു മുമ്പും സർജറിക്ക് ശേഷവും എത്ര ഇൻസ്ട്രുമെന്റ്സ് സർജറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് എണ്ണണം. ഓപ്പറേഷൻ ചെയ്യുന്ന ആ തുടങ്ങുന്ന സമയത്ത് എണ്ണി വേണം നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് എടുത്തിടാനും. ലാസ്റ്റ് ഈ അബ്ഡമൻ ക്ലോസ് ചെയ്യുമ്പോൾ ഈ വയറിലെ എല്ലാം കൂടെ ലാസ്റ്റ് അകത്തോട്ട് വെച്ച് നമ്മൾ തുന്നിക്കെട്ടുമല്ലോ, ഇതിനു മുമ്പ് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ നോക്കി എണ്ണണം. ആദ്യം ഇട്ട അത്രയും ഇൻസ്ട്രുമെന്റ്സ് തിരിച്ചുണ്ടല്ലോ അല്ലേ എന്ന് എണ്ണി അതേ നമ്പർ ഉണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ വയറിന്റെ ഭിത്തി തുന്നിക്കെട്ടാവൂ. ഈ മറ്റേ ഡോക്ടർ എക്സ്ക്യൂസ് പറഞ്ഞത് സ്റ്റാഫുകളുടെ അഭാവമാണ് അതുകൊണ്ട് എണ്ണയില്ല എന്നൊക്കെ. ഇപ്പൊ സാധാരണക്കാരൻ ഇതെന്ത് ഈ ഡോക്ടർ ഈ പറയുന്ന എണ്ണയാണോ സാധനങ്ങളൊക്കെ വെക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രോട്ടോകോള്. ആ എണ്ണാനും വേണ്ടിയിട്ട് തന്നെ പല സ്ഥാപനങ്ങളിലും പ്രത്യേക തരം സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഭയങ്കര കോമൺ ആണ് മെഡിക്കൽ ഫീൽഡിൽ. അപ്പൊ ഈ തിരിച്ചെണ്ണുന്നത് കറക്റ്റ് അല്ല. ഇപ്പൊ ചിലപ്പോൾ പല ആളുകൾ നിന്നായിരിക്കും ഒരു സർജറി അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകളോടായിരിക്കും പലപ്പോഴും ഡോക്ടർ ചോദിക്കുന്നത്, ആ സിസ്റ്റർ എല്ലാം ഉണ്ടോ എന്ന്, എല്ലാം കറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ ആ എന്ന് ഒരു വാക്ക് പറയും. അതോടുകൂടി എന്ത് പറ്റും, എണ്ണം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആ വയറ് ക്ലോസ് ചെയ്ത് ഇതങ്ങ് നിർത്തുക ചെയ്യാം. ശരിക്കും ഇത് എണ്ണാനായിട്ട് തന്നെ ഒരു പ്രത്യേക വിങ് ഇതിനു വേണ്ടി വേണം എന്നുള്ളതാണ് മറ്റൊരു ന്യായീകരണം ഇതിന്. എന്താണേലും ഇപ്പൊ അതൊന്നും ഇല്ലാത്ത പക്ഷം ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇത് കാരണം ഇടികൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ തടി ആരോഗ്യമായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എണ്ണിയിടുകയും എണ്ണിയെടുക്കുകയും കറക്റ്റായിട്ട് ചെയ്യേണ്ടി തന്നെ ഉള്ള സാഹചര്യമാണിത്. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മാത്രമേ ഇത് ഈ ഒരു കോംപ്ലിക്കേഷനിൽ നിന്ന് അവോയ്ഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാഫിന്റെ എണ്ണോ അതിന്റെ കാര്യങ്ങളും ഇത് സാധാരണക്കാരന് വലിയൊരു സംശയം, ഇതെങ്ങനെ ഈ തുണിയും കത്രികയൊക്കെ ഈ വയറിനകത്ത് വെച്ച് തുന്നുക എന്നുള്ളത്. ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു നിജസ്ഥിതി.
പക്ഷെ ഈ വീഡിയോ ഒരിക്കലും ഒരു ന്യായീകരണ വീഡിയോയോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഈ വയറിനകത്ത് കത്രിക വെച്ച് തുന്നുന്നതോ അല്ലെങ്കിൽ തുണി അതിനകത്ത് മിസ്സാവുന്നതോ ഒക്കെ ശരി എന്നല്ല, എന്നാ ആരെയും ന്യായീകരിക്കാനോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. പക്ഷെ എല്ലാ ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ വയറിനകത്ത് ഇത്രയും വലിയൊരു സാധനം പോകുന്നത്. പിന്നെ ഈ പറയുന്ന സൈസ് ഒന്നും അതിനില്ല കേട്ടോ, ഏതാണ്ട് ഒരു ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ ആർട്ടറി ഫോസപ്സിനൊക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ മിസ്സായി പോകുന്നത് കോമൺ ആയതുകൊണ്ടാണ് ഇത് എണ്ണി എടുക്കുകയും ഇടുകയും ചെയ്യണം എന്നൊരു നിയമം ഉള്ളത്. ഓക്കെ.